ജോബ് അധ്യായം 2. ദൈവപുത്രന്മാർ വീണ്ടും ഒരു ദിവസം കർത്തൃസന്നിധിയിൽ ചെന്നു. സാത്താനും അവരോടൊപ്പമെത്തി. കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ്, അവൻ പറഞ്ഞു. കർത്താവ് അവനോട് വീണ്ടും ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ? അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചെങ്കിലും അവൻ്റെ വിശ്വസ്തത അചഞ്ചലമായി നിൽക്കുന്നു. സാത്താൻ പറഞ്ഞു, ചർമ്മത്തിനു പകരം ചർമ്മം, ജീവന് വേണ്ടി തനിക്കുള്ളതെന്തും മനുഷ്യൻ ഉപേക്ഷിക്കും. അങ്ങ് അവൻ്റെ അസ്ഥിയിലും മാംസത്തിലും കൈവയ്ക്കുക, അപ്പോൾ അവൻ അങ്ങയെ ദുഷിക്കും. ഇതാ അവനെ നിനക്ക് വിട്ടുതരുന്നു, അവൻ്റെ ജീവനിൽ മാത്രം കൈവയ്ക്കരുത്. കർത്താവ് സാത്താനോട് പറഞ്ഞു. സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. അവൻ ജോബിൻ്റെ ശരീരത്തെ അടിമുതൽ മുടിവരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ജോബ് ചാരത്തിലിരുന്ന ഓട്ടുകഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു, ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. ജോബ് ഭാര്യയോട് പറഞ്ഞു, ഭോഷത്വം പറയുന്നു. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഇക്കാര്യങ്ങളിലൊന്നിലും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല. 3 സ്നേഹിതന്മാർ. ജോബിന് സംഭവിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അറിഞ്ഞ 3 സ്നേഹിതന്മാർ, തേമാന്യനായ എലീഫാസ്, ശൂഹ്യനായ ബിൽദാദ്, നമാത്യനായ സോഫാർ ഒരുമിച്ച് അവനോട് സഹതാപം കാണിക്കാനും അവനെ ആശ്വസിപ്പിക്കാനും അവിടെ എത്തി. ദൂരെ വെച്ച് കണ്ടപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കെ നിലവിളിച്ചു, വസ്ത്രം കീറി, ശിരസിൽ പൂഴി വാരി വിതറി. അവൻ്റെ പീഡകൾ അതികഠിനമെന്ന് കണ്ട് ഒരക്ഷരം സംസാരിക്കാനാവാതെ 7 രാവും പകലും അവർ അവനോടൊപ്പം നിലത്തിരുന്നു.